മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രൻ പ്രസംഗിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണു. അട്ടപ്പാടിയിൽ LDF പുതൂർ പഞ്ചായത്ത് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് കുഴഞ്ഞു വീണത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പന്ന്യൻ രവീന്ദ്രന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ഷാരിഖ് നവാസ് ചേരുന്നുണ്ട് പാലക്കാട്. ഷാരിഖ്, പാലക്കാടാണ്, വലിയ ചൂടുള്ള സ്ഥലമാണ്. ചൂടാണോ അതല്ല മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളാണോ ഈ ഇത്തരത്തിൽ കുഴഞ്ഞു വീഴാൻ കാരണം? ഗോകുൽ, അമൃത, കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് മണ്ണാർക്കാട് നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി മൻസിൽ അബൂബക്കറിന്റെ പ്രചാരണവുമായി CPIയുടെ മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രൻ പാലക്കാട്ടുണ്ട്, അതായത് മണ്ണാർക്കാട് മേഖലകളിലുണ്ട്. ഇന്നലെ മണ്ണാർക്കാട്ട് ഒരു ദിവസം മുഴുവൻ അദ്ദേഹം പര്യടനത്തിൽ പങ്കെടുത്തു. ഇന്നാണ് അട്ടപ്പാടിയിലേക്ക് അദ്ദേഹം കയറിയത്. ചുരം കയറിയുള്ള ഒരുപാട് യാത്രയുണ്ട്. കാരണം മണ്ണാർക്കാട് നിന്ന് തന്നെ ഏകദേശം 1 മണിക്കൂറിനടുത്തുള്ള യാത്ര അട്ടപ്പാടിയിലേക്കുണ്ട്. ഈ അട്ടപ്പാടിയിലെത്തി പുതൂർ പഞ്ചായത്തിലെ ആദ്യ പര്യടനത്തിന്റെ പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയാണ് അദ്ദേഹം കുഴഞ്ഞു വീണത്. ഇന്ന് രാവിലെയാണ് സംഭവം. ഉടനെ തന്നെ പ്രവർത്തകരും അതുപോലെ തന്നെ മണ്ണാർക്കാട്ടെ CPIയുടെ നേതാക്കളും ചേർന്ന് അദ്ദേഹത്തെ ഈ പുതൂരിന് തൊട്ടടുത്തുള്ള ഫാമിലി ഹെൽത്ത് സെന്ററിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്, കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. കാരണം ചൂടും മറ്റ് പ്രഷർ, അതായത് BP ഉൾപ്പെടെ ലോ ആയതിന്റെ പ്രശ്നമാണ് അദ്ദേഹം കുഴഞ്ഞു വീണാൻ കാരണമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ കുഴപ്പമില്ല. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹം ഊർജ്ജസ്വലതയോടെ മണ്ണാർക്കാട് ഭാഗങ്ങളിൽ പ്രചാരണത്തിനുണ്ടായിരുന്നു എന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി ഷാരിഖ്, ഏതായാലും ആദ്യം അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കാറിലേക്ക് എടുത്താണ് കയറ്റുന്നെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്കും പ്രവർത്തകർ കൈപിടിച്ച് നടന്നു പോകുന്ന കാണുന്നത് ആശ്വാസകരമാണ്. വേഗത്തിൽ സുഖമാകട്ടെ. കൂടുതൽ ഊർജ്ജസ്വലമായി തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് പ്രചാരണത്തിന് ഇറങ്ങട്ടെ പന്ന്യൻ രവീന്ദ്രൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.